വാപ്പാന്റെ കാലഘട്ടത്തിൽ മക്കളെ ചോർത്തു പിടിച്ച് ജീവിച്ചു. ഞാനൊക്കെ പറയലുണ്ട് വാപ്പാരോട് വേണ്ട എന്ന അർത്ഥത്തിലല്ലോ. വാപ്പാര് ജീവിച്ചിരിക്കുമ്പോ മക്കളോട് പറയും, മൂത്തോനോ വിളിച്ചിട്ട് പറയും, ഈ അപ്പറമ്പിൽ ഉണ്ടാക്കിക്കോ, പോരാ, ഇളയോൻ അവിടെ ഉണ്ടാക്കട്ടെ, രണ്ടാമത്തോൻ മൂന്നാമത്തോൻ അവിടെ ഉണ്ടാക്കട്ടെ, പെങ്ങള് വേണേ ഇവിടെ ഉണ്ടാക്കട്ടെ. വാപ്പാന്റെ ഒരു സ്വപ്നം എന്താന്ന് പറഞ്ഞാൽ മക്കൾ എല്ലാരും ഒരുമിച്ച് നിൽക്കണം എന്നാണ്. വാപ്പാനെ മണ്ണുക്ക് വെച്ച് തിരിച്ചു പോന്ന് വീതം വെച്ച് ഏട്ടൻ പറഞ്ഞു ആ പറമ്പ് എനിക്ക് ഇങ്ങോട്ടാക്കി കിട്ടാനുള്ളതാ, അനിയൻ പറഞ്ഞു വാപ്പ നിന്നോട് പറഞ്ഞതാ. ഇപ്പൊ ആ 4 പുരന്റെ ഇടയിലും മതില, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടലില്ല. വാപ്പ ഉദ്ദേശിച്ച ലക്ഷ്യം പോലും നടന്നിട്ടില്ല. ഇങ്ങനെയാ പല കുടുംബങ്ങളും. മരിച്ചോയ വാപ്പാന്റെ മുതലിന്റെ പേര് തമ്മിത്തല്ലുന്നോല്, ദുനിയാവിൽ ചെറിയ ചെറിയ കാരണങ്ങൾ ഇങ്ങനെ മനസ്സിൽ പകയാക്കി മനസ്സ് കുണ്ടടന്ന് ദേഷ്യം കാണിക്കുന്നവര്. അങ്ങനെ കുടുംബ ബന്ധം മുറിച്ച ആൾക്കാരുടെ ഒരമല് പോലും പടച്ചോൻ സ്വീകരിക്കൂലെന്നാ. ദുനിയാവിൽ പവറിന്റെയും പത്രാസിന്റെയും പേരിലാ കുടുംബം മുറിക്കുന്നതെങ്കിൽ നമുക്ക് പൊരുത്തപ്പെടാനും നന്നാവാനും പറ്റുന്ന ലോകം ദുനിയാവ് മാത്രാട്ടോ. മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചോന്റെ മക്കളെ പോയി ആശ്വസിപ്പിക്കലും പള്ളിക്ക് 100 ആക്ക് സിമന്റ് കൊടുക്കലോ ഒന്നും ഭംഗിയല്ല. ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കയറി ചെല്ലണം, ജീവിച്ചിരിക്കുമ്പോ ഒന്ന് ഫോൺ വിളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിളിക്കണം. ഒന്ന് സലാം പറഞ്ഞ് കൈ പിടിച്ച നമ്മളെ മനസ്സിലൊരു തണുപ്പ് വീഴുന്ന സുഖങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോഴും മനസ്സിന് മനസമാധാനം നഷ്ടപ്പെട്ട് എന്തുകൊണ്ടാ? അളിയനായിട്ട് കുറച്ച് പണക്കുണ്ട്, അത് മാറണേപ്പ എന്താ ഈ അളിയനുമായിട്ട് നന്നാവുക, പെങ്ങളുമായിട്ട് നന്നാവുക. അപ്പൊ ചിലര് പറയും നമ്മളോടാ പ്രശ്നം, ഞാൻ അങ്ങോട്ട് നന്നാവാൻ നോക്കി കുറെ, പക്ഷെ ഓക്കേശം വാശിയ അല്ലെ ഓനേശം വാശിയ, അത് അവർക്ക് പടച്ചോൻ കൊടുക്കുന്ന ഒരു പരീക്ഷണാണ്. ചിലരങ്ങനെ ഉണ്ട്, ദേഷ്യം വാശിയും പകയും മനസ്സ് കൊണ്ടടക്കുന്നവര്. ഓൽ അതുകൊണ്ടേ ജീവിക്കൂ. അത് കണ്ടിട്ട് നമ്മൾ ബേജാറാവണ്ട, നമ്മൾ നമ്മളെ ഭാഗം ശരിയാക്കിയാൽ മതി. നമുക്ക് സംസാരിക്കാനുള്ള സംസാരിക്കുക, തിരിച്ചു പ്രതികാരം ചെയ്യാൻ സമയം കിട്ടുമ്പം പ്രതികാരം ചെയ്യാതിരിക്കുക. കാരണം വമല്ലാഹു ബിഗാഫിലിൻ, കണക്ക് വെക്കേണ്ടിയ പടച്ചോനാ. നമ്മൾ അതിന് കണക്ക് വെക്കാൻ നിന്നാൽ പടച്ചോന്റെ കണ്ണിൽ നമ്മൾ തുല്യരായി പോകും. നമ്മളെ പരസ്യമായിട്ട് സങ്കടപ്പെടുത്തിയോനുണ്ടാകും, പറ്റിച്ചോനുണ്ടാകും, നമ്മളെ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കി പോയോനുണ്ടാവും. പക്ഷെ അവനോട് മനസ്സ് പക കൊണ്ടടന്നാലേ നമ്മളെ മനസ്സ് ഇങ്ങനെ വെറുകയുള്ളൂ, സങ്കടപ്പെടുകയുള്ളൂ. നിങ്ങൾ അള്ളാഹിനെ ഏൽപ്പിച്ചു കൊടുക്കി, പടച്ചോൻ കൊടുക്കട്ടെ. പറ്റിച്ചോൽക്കൊന്നും പടച്ചോൻ ശാശ്വതാക്കി കൊടുത്തിട്ടില്ല, വഞ്ചിച്ചോൽക്കൊന്നും പടച്ചോൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പിന്നെ ചിലര് ചോദിക്കും അങ്ങനെ പറ്റിച്ചുണ്ടോയിട്ടൊക്കെ എപ്പോഴും റാഹത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ചെയ്ത തെറ്റിന്റെ പേരിൽ പിറ്റേന്ന് തന്നെ പടച്ചോൻ പിടിക്കുകയെങ്കിലേ ഞാനും നിങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല. പടച്ചോൻ നീട്ടി വെച്ചതാ, ഗതികെട്ടൊരു സമയം വരും. അന്നോ പറ്റിച്ചുണ്ടാക്കിയ മാത്രമല്ല അള്ള കൊണ്ടുപോവുക, ഓന്റെ ഹക്കും കൂടിയും പടച്ചോൻ കൊണ്ടുപോകും. ഓൻ ഉപകാരപ്പെടാണ്ടായി പോവും. ഇമാം ഗസാലി പറഞ്ഞല്ലോ, ആളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ, എനിക്ക് മതിയാവുന്ന അത്രയും ഉണ്ടാക്കിക്കോ. അവസാനം നിന്റെ ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി, ഒരു കുറ്റിക്ക് വേണ്ടി 10,000 എണ്ണിക്കൊടുക്കുമ്പോ ഒരു കാലത്തൊന്നും കിട്ടാതെ വലിച്ച ശ്വാസത്തിന്റെ വില എന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ പടച്ചോൻ ആ മുതലിനെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകും. അതാണ് അല്ലാഹു തആല തരുന്നൊരു വാക്ക്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പരസ്പരം ബന്ധങ്ങൾ അകന്ന് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കണം. ഭാര്യമാരോട് പറയണം, ഞങ്ങൾ നാട്ടിലില്ലെങ്കിൽ ഈ ഒന്ന് ചെല്ലണം, എന്റെ സലാം ഈ അങ്ങ് പറഞ്ഞേക്കണം. ഓൽ എന്നോട് എന്ത് ചെയ്താലും ഈ സബൂറാക്കി ഇങ്ങ് തിരിച്ചു പോരണം. കാരണം നന്നാവാൻ ചെന്നിട്ടും തിരിച്ച് കൊലവിളി നടത്തുന്നത് അത് അവരുടെ മനസ്സിന്റെ വൈകല്യ, അത് അവർക്ക് പടച്ചോൻ കൊടുക്കുന്ന ഒരു പരീക്ഷണ. എത്ര നന്നാവാൻ നോക്കിയിട്ടും തിരിച്ച് നന്നാവാതെ ഉള്ള കുറ്റം പറഞ്ഞിട്ട് വെറുപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ഇല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ച് നമ്മളെ ബേജാറാക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ പറ്റി നിങ്ങൾ ബേജാറാവണ്ട. ഉദാഹരണമായിട്ട് ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുക, അയാൾ എന്റെ നെഗറ്റീവ് എന്നെയാ പറയുന്നത്, അയാൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്നെയാ സംസാരിക്കുന്നത്, ഞാൻ എന്ത് നല്ലത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അയാൾ എന്നെ പറ്റി പരാതി എന്നെയാ പറയുന്നത്. അത് അയാൾക്ക് പടച്ചോൻ കൊടുത്തൊരു പരീക്ഷണ, ആ വൃത്തിയട്ട മനസ്സ്. അങ്ങനെ അങ്ങ് ചിന്തിച്ചാ പിന്നെ അയാളോട് എനിക്കൊരു ദേഷ്യവും ഇല്ല, അങ്ങനെ അങ്ങ് കരുതിയാ മതി. ഇനി പകരം അയാൾ പറഞ്ഞതിന് തിരിച്ചു പറയുകയും അവര് പറഞ്ഞതിന് തിരിച്ചു ചെയ്യുകയും ചെയ്താലുണ്ടല്ലോ, പടച്ചോന്റെ മുൻപിൽ നമ്മൾ രണ്ടു കൂട്ടരും തുല്യരാ. അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചതും ബന്ധം മുറിച്ചവൻ ലാ യദ്ഖുലുൽ ജന്ന, പടച്ചോന്റെ സ്വർഗത്ത് കയറൂല. ഒരു താക്കീതാണ്. അതുകൊണ്ട് ഈ റമദാനൊക്കെ വരുമ്പോ ഏതെങ്കിലും ബന്ധങ്ങൾക്ക് വലിയ പോരായ്മ ഉണ്ടെങ്കിൽ, കാരണം മരിച്ചിട്ട് പടച്ചോന്റെ അടുത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോ നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ടത് ഈ ബന്ധങ്ങൾ മുറിഞ്ഞ് പടച്ചോനെ കണ്ടുമുട്ടേണ്ട അവസ്ഥ വരില്ല. അതുകൊണ്ടാണല്ലോ മദീന പള്ളിയിൽ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് തലേന്ന് ശനിയാഴ്ച നേരം വെളുത്ത് മദീന പള്ളിയിൽ വന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ചരിത്രം അല്ലേ. മേലനങ്ങാൻ പറ്റാതെ തളർന്ന് ഈത്തപ്പന ഓലയിൽ കിടക്കുന്ന പ്രവാചകന്റെ ശരീരത്തിൽ വെള്ളമൊഴിച്ച് അല്പം ആശ്വാസം കിട്ടിയെന്ന് കണ്ടപ്പം റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ ഇനി ഒന്ന് മദീനത്തെ പള്ളിയിൽ കൊണ്ടുപോകണം. അലി ഇബ്നു അബീ ത്വാലിബും കഅബ് ഇബ്നു മാലിക്കും വന്ന് റസൂലുള്ളാഹിനെ അങ്ങനെ തോളിലെടുത്തു.
അള്ളാഹുവിന്റെ റസൂലിനെ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നും ആയിഷ ബീവി കരഞ്ഞു എന്നാ നമ്മളെ ഉമ്മ റളിയല്ലാഹു അൻഹ. എന്തിനാ ഉമ്മ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ചൂണ്ടിക്കാണിച്ചു, തളർന്നു പോയ അള്ളാന്റെ ഹബീബിന്റെ കാലുകൾ മദീനത്തെ മണലിലൂടെ അങ്ങനെ വലിച്ചയക്കേണ്ടി വന്നു. അത്രക്ക് തളർന്നു പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളി കയറിയപ്പം സഹാബത്ത് പള്ളിയിലേക്ക് ഇടിച്ചു കയറി. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് സഹാബാക്കള് മിമ്പറിന്റെ പടിയിലിരുന്ന് റസൂലുള്ള തലകുനിച്ച് പെരടി കാണിച്ചിട്ട് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊരു വെറുപ്പ് പോയി വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സിലൊരു പകയോ ദേഷ്യമോ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ പെരടിക്ക് തല്ലിയാ തീരുമെങ്കിൽ ഫഹാദാ ളുഹരി ഫൽയസ്തഖിദ് മിൻഹു, എന്റെ പെരടിക്ക് വന്ന് പ്രതികാരം ചെയ്യാം. എന്നെ വന്ന് എന്തും അഭിമാനത്തിന് നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം. ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ ചോദിക്കുന്നുണ്ട്, റസൂലേ അങ്ങനെ ഉണ്ടോ നബിയെ? അള്ളാഹുവിന്റെ റസൂലുള്ള പറയും, ഉമറേ, പടച്ചോന്റെ മഹ്ശറയിൽ നിൽക്കുമ്പോ അല്ലാഹു തആല നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി വിചാരണ ചെയ്യുന്നതിന് മുൻപ് ഇന്നെ നിർത്തിയിട്ട് പടച്ചോൻ ചോദിക്കും, മുഹമ്മദിന്റെ സ്വഭാവം കൊണ്ട്, ദേഷ്യം കൊണ്ട്, പക കൊണ്ട്, മുഹമ്മദിന്റെ വാശി കൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്റെ നേരെ എഴുന്നേറ്റ് നിന്നാ അള്ളാഹു പറയും, എന്റെ നിസ്കാരവും നോമ്പൊക്കെ അവിടെ കട്ടെ, നിങ്ങൾ ആദ്യം ഒന്ന് നന്നായിട്ട് വാ, ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് വാ. കൈമലർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാന്റെ മഹ്ശറയിൽ എങ്ങനെയാ ഉമറെ ഞാൻ പൊരുത്തപ്പെടിക്കുക? എങ്ങനെയാ ഞാൻ ഒരാളോടിന്റെ പരാതി പറയാ? എങ്ങനെയാ ഞാൻ ഓനോടിന്റെ പാപം അല്ലെങ്കിൽ എനിക്ക് പൊരുത്തം തരണം എന്ന് പറയാ? അതുകൊണ്ടാ സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുമ്പോഴേ നന്നാവാൻ പറ്റൂ. മരിക്കുന്ന തൊട്ട് മുൻപ് സെക്കൻഡ് വരെ സമയമുണ്ട്. നാളെ ഒരു മയ്യത്ത് സ്കരിച്ച് ബേക്കിൽ നിൽക്കുമ്പോൾ ആൾക്കാർ പറയാം നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെന്താ ഒരു കുഴപ്പം? കാരണം ഒരു ആയിട്ട് എന്തോ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ ഒരു 4 മാസമായി വലിയ മുണ്ടാട്ടൊന്നുമില്ല. ബാക്കിയെല്ലാം അയാൾ ക്ലിയറാണ്. ബാക്കി ഒരു പ്രശ്നം അയാളെ പറ്റി നാട്ടുകാർക്ക് പറയാനില്ല. എന്തോ ഒരു കടമുറിന്റെ പേരിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. മല്ലുമിറ്റിക്കാരെന്നോ ചർച്ച ചെയ്യാൻ പോയപ്പോ ഉപ്പര് പറഞ്ഞു, അതങ്ങനെ കെട്ടെ, നിങ്ങൾ പയ്യിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആരും അതിന് മെനക്കെട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് അറ്റാക്ക് വന്നു പോവുകയും ചെയ്തു. ഈ ഒരൊറ്റ കുഴപ്പം മതി എന്റെ നിങ്ങളെയും പരലോകത്ത് വലിയ സങ്കടമായി മാറാൻ. ഈ ദുനിയാവ് എപ്പോഴാ തീരാന്നൊന്നും പറയാൻ പറ്റൂല. ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹര ബന്ധമായിരുന്നു നമ്മൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഒരുപക്ഷെ എന്റെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ അത് ഒരുപാട് കേട്ടിട്ടുണ്ടാകും. സത്യത്തിൽ ചതിക്കല്ലേ നമ്മൾ നമ്മളെ മാതാപിതാക്കളെ? ഇന്ന് നിങ്ങൾ ജീവിക്കുമ്പം കഷ്ടപ്പെടുമ്പം നിങ്ങൾക്കൊരു സ്വപ്നല്ലേ നിങ്ങളെ മക്കൾക്ക് വേണ്ടിയെന്ന്? നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നതും നാടുവിട്ട് ജീവിക്കുന്നതും നിങ്ങളെ മക്കൾക്ക് വേണ്ടിയാന്ന് ഉറപ്പിച്ചു പറയൂലേ? ആ ഉറപ്പിച്ചു പറയുന്ന നിങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷ എന്താ? നാളെ മക്കൾ നിങ്ങൾക്കൊരു സമാധാനാവുന്നല്ലേ? ആ സമാധാനം നിങ്ങളെ കൊണ്ട് നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും കിട്ടിയിട്ടില്ലേ? ചതിക്കല്ലേ നമ്മൾ നമ്മളെ വാപ്പനെയും ഇമ്മനെയും? 4-5 മക്കളെ പോറ്റി വലുതാക്കിയിട്ടും ഒരു മക്കളിൽ നിന്നെങ്കിലും വാപ്പാക്ക് അങ്ങനെ ഉണ്ടാവും. 4 എണ്ണം നോക്കണമെന്നൊന്നും ഒരു വാപ്പാർക്ക് ഉണ്ടാവില്ല, ഒരുത്തനെങ്കിലും. പക്ഷെ മക്കൾക്ക് കണക്കുണ്ടാവും, 4 ആളും നോക്കണം. ഞാൻ നോക്കുകയാണെ പെങ്ങളും നോക്കണം, ഞാൻ നോക്കുകയാണെ കാക്കയും നോക്കണം. അത് നമ്മളെ കുടുസ് മനസ്സാ. വാപ്പയമ്മയും കരുതുന്നതേ ഒരാളെങ്കിലും നോക്കിയാ മതീന, ഒരാളെങ്കിലും നോക്കിയാ മതീന അല്ലേ? പലപ്പോഴും പല വാപ്പാരും പറയലുണ്ട്, മരിച്ചോ എന്ന സമയത്ത് വാപ്പ മോന്റെ കൈ പിടിച്ചിട്ട് പറയാ, മക്കളെ, ഉപ്പ ഇതുവരെ ജീവിച്ചത് ഉമ്മാന്റെ ബലത്തിലാ, ഇനി ആ ഉമ്മാനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക കേട്ടോ. ഒരു വാപ്പാന്റെ സമാധാനാണ്. അവനാന്റെ വീട്ടിലുള്ള ഉമ്മാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സമാധാനം. കാരണം ആ ഇമ്മ യത്തീമാന്ന് വാപ്പക്കറിയാ, നോക്കാൻ ഇനി ആളില്ലാന്നറിയാ, ഓക്കെ ഇനി തിരിച്ചു പോയാൽ ഓളെ വാപ്പ ഇമ്മ ഇല്ലാന്നറിയാ. അങ്ങനെയല്ലേ എന്റെ ഇങ്ങളെയും വാപ്പയൊക്കെ വീട്ടിലുള്ളത്? എന്റെ ഉമ്മാക്ക് ഇപ്പൊ പോകാൻ വീടില്ല, എന്റെ വാപ്പാക്ക് പോകാൻ വീടില്ല, അവർക്ക് വാപ്പയമ്മ ഇല്ല. പിന്നെ അവസാനം നോക്കാനുള്ള പ്രതീക്ഷ ആരാ? മക്കളാ. ആ പ്രതീക്ഷയിലെ ആയുസ്സുള്ള കാലത്ത് അവര് ജീവിച്ച് പോറ്റി വലുതാക്കി സമ്പാദിച്ചെന്ന് എന്തിന്? ഈ കാണുന്ന തണ്ടും തടിയും പോലും ഒരു വാപ്പയമ്മയും നെഞ്ചു പിരിച്ചു നിന്ന ഫല. ആ പ്രതീക്ഷയെ ചതിക്കല്ലേ നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു കുടുംബം ഉണ്ടായപ്പോ, നമുക്ക് കുറച്ച് സമ്പത്ത് ഉണ്ടായപ്പോ,